Hi, Fundamentals of System Software Network and RDBMS യൂണിറ്റ് 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നെറ്റ്വർക്ക് മോഡൽസ് ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. അപ്പം തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ OSI മോഡൽസിൻ്റെ അവസാന ഭാഗം ഡിസ്കസ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ മുകളിൽ ലിങ്കിൽ പോയിട്ട് കാണും. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേറൊരു നെറ്റ്വർക്ക് മോഡലാണ്. ദാറ്റ് ഈസ് TCP/IP മോഡൽ എന്ന് പറയും. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ ഓർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്ന് പറയും. ഓക്കെ, TCP/IP. ഇതിന് വേറെ പേര് 5 ലെയേഴ്സ് ആണ്. നേരത്തെ പറഞ്ഞ OSI മോഡലാണെങ്കിൽ ഇറ്റ് ഈസ് 7 ലെയേഴ്സ് ആയിരുന്നു. പക്ഷേ ഈ ഒരു TCP/IP മോഡൽ എന്നാൽ 5 ലെയേഴ്സ് ആണ്. ഓക്കെ, ഇൻ്റർനെറ്റ് ലെയർ എന്നും ഇതിന് പറയാറുണ്ട് ഈ പ്രോട്ടോക്കോളിനെ. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഈ 5 ലെയേഴ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. ഓരോ ഡിഫറെൻറ്റ് ലെയേഴ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾസ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്ന്. ഇത്രയാണ് ഇന്ന് ഈ മൊഡ്യൂളിൽ ഈ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ എന്താണെന്ന് നോക്കാം. നമുക്ക് TCP/IP മോഡൽ എന്താണെന്ന് നോക്കാം. സോ ഇറ്റ് ഈസ് കോൾഡ് 5 ലെയർ പ്രോട്ടോക്കോൾ എന്നും പറയാറുണ്ട്, അല്ലെങ്കിൽ 5 ലെയർ മോഡൽ എന്നും പറയാറുണ്ട്. കാരണം ഇതിന് ടോട്ടൽ 5 ലെയേഴ്സ് മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ OSI മോഡലാണെങ്കിൽ 7 ലെയേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ. ആ 7 ലെയേഴ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇവിടെ ആകെ 5 ലെയേഴ്സേ ഉള്ളൂ. അപ്പം ആ 5 ലെയർ ഏതൊക്കെയാണെന്നുള്ളതും അതിൻ്റെ ഓരോന്നിൻ്റെയും ഫങ്ഷൻസും പ്രോട്ടോക്കോൾസ് യൂസ് ചെയ്യുന്നതും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. So TCP/IP model was developed prior to the OSI model, and TCP/IP model is not exactly similar to OSI model. നമ്മൾ പഠിക്കുന്ന തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്ത OSI മോഡലായിട്ട് എക്സാക്ട്ലി സിമിലർ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ദർ ആർ സിമിലാരിറ്റീസ്. കുറേ സിമിലാരിറ്റീസ് ഉണ്ട് എന്ത് തമ്മിൽ, TCP/IP മോഡലും അതേപോലെ OSI മോഡലും തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. അതിൽ കുറേ നേരത്തെ പറഞ്ഞ OSI മോഡലിൽ 2-3 ലെയേഴ്സ് ഒരുമിച്ച് കൂടിയിട്ട് ഇവിടെ TCP/IPയിൽ ഒരു ലെയറൊക്കെ ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് 5 ലെയേഴ്സ് ആയിട്ട് ചുരുങ്ങുന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ സെയിം ആണ്, എന്നാലും ദർ ആർ ഡിഫറൻസ്. കുറച്ച് ഡിഫറൻസ് ഉണ്ട് രണ്ടും തമ്മിൽ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം. TCP/IP മോഡൽ വാസ് കൺസിസ്റ്റ് ഓഫ് 5 ലെയേഴ്സ്. ഞാൻ പറഞ്ഞു 5 ലെയേഴ്സ് ആണ് ടോട്ടൽ എന്ന് പറഞ്ഞു. ദേ ആർ ആപ്ലിക്കേഷൻ ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, നെറ്റ്വർക്ക് ലെയർ ഓർ ഇതിന് ഇൻ്റർനെറ്റ് ലെയർ എന്നും പറയാറുണ്ട്, ഡാറ്റ ലിങ്ക് ലെയർ ആൻഡ് ഫിസിക്കൽ ലെയർ. ഈ അവസാനത്തെ 2 ലെയറിനെ കൂട്ടിയിട്ട് നെറ്റ്വർക്ക് ആക്സസ് ലെയർ എന്ന് പറയാറുണ്ട്. അതായത് ടോട്ടൽ 4 ലെയർ ആയിട്ടും പറയാറുണ്ട്. എനിവേ 5 ലെയേഴ്സ് ആർ ദർ: ആപ്ലിക്കേഷൻ ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, നെറ്റ്വർക്ക് ലെയർ ഓർ ഇൻ്റർനെറ്റ് ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ ആൻഡ് ഫിസിക്കൽ ലെയർ. ഈ അവസാനത്തെ 2 കൂടിയിട്ടാണ് നെറ്റ്വർക്ക് ആക്സസ് ലെയർ എന്ന് കോമൺ ആയിട്ട് പറയുന്നത്. അപ്പം ഇതാണ് ഈ TCP/IP മോഡലിലെ 5 ലെയേഴ്സ്. തൊട്ട് മുന്നേ OSI മോഡൽ 7 ലെയേഴ്സ് ആയിരുന്നു, ഇവിടെ 5 ലെയേഴ്സ്. ലെയേഴ്സിൻ്റെ പേരുകൾ ഏകദേശമൊക്കെ സെയിം തന്നെ ആയിരിക്കും നേരത്തെ അവിടെ കണ്ട്. അതിൻ്റെ വർക്കിങ്ങിലും ഫംഗ്ഷനിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട് OSI മോഡലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. The first 3 layers provide physical standards and network interface, then internet working and transport functions that correspond to the first 4 layers of the OSI model. ഈ TCP/IP മോഡലിലെ ആപ്ലിക്കേഷൻ ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ഈ 3 OSI മോഡലിലെ ടോപ്പ് 4 ലെയേഴ്സ് ഉണ്ടായിരുന്നു. ആ ടോപ്പ് 4 ലെയേഴ്സ് ചെയ്യുന്ന ജോബ് എന്തൊക്കെയാണോ അതെല്ലാമാണ് ആര് ചെയ്യുന്നത്, TCP/IP മോഡലിലെ ടോപ്പ് 3 ലെയേഴ്സ് ചെയ്യുന്നത്. അതായത് ആപ്ലിക്കേഷൻ, പ്രസൻറ്റേഷൻ, സെഷൻ, ട്രാൻസ്പോർട്ട് ലെയർ എന്നുള്ള സാധനങ്ങൾ ചെയ്യുന്ന എല്ലാ ജോബ്സുമാണ് ഇവിടെ ടോപ്പ് 3 ലെയേഴ്സിൻ്റെ ഡ്യൂട്ടി ആയിട്ട് TCP/IP മോഡലിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, the 3 topmost layer in the OSI model are represented in TCP/IP model by a single layer called ആപ്ലിക്കേഷൻ ലെയർ. അതായത് OSI മോഡലിൽ നമുക്കറിയാം ടോപ്പ് 3ൽ ഏറ്റവും മുകളിലെ 3 ലെയർ ഒന്ന് ആപ്ലിക്കേഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ, സെഷൻ ലെയർ ആയിരുന്നു. ഈ 3 ലെയറിന് ഒരുമിച്ച് TCP/IPയിൽ നമ്മൾ എന്ത് പറയും, ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയും. ഓക്കെ, ആ 3 ലെയേഴ്സും കൂടെ ഒന്നാക്കിയിട്ട് ഒറ്റ ലെയറാണ് TCP/IP മോഡലുള്ളൂ, ദാറ്റ് ഈസ് ആപ്ലിക്കേഷൻ ലെയർ. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇതിലെ ഡിഫറൻസ്. ഇപ്പം ഫംഗ്ഷനിലും ചെറിയ ഡിഫറൻസ് വരും, നമുക്ക് നോക്കാം. സോ ഇതാണ് ഒരു TCP/IP മോഡലിൻ്റെ ഒരു ഡയഗ്രാം, ലെയേഴ്സ് വെച്ചിട്ടുള്ള ഒരു ഡയഗ്രാം പറയുന്നത്. സോ ഏറ്റവും മുകളിൽ ഈ ഒരു ഭാഗം, ഇപ്പം മൗസ് പോയിൻ്റർ പോകുന്ന ഈ ഒരു ഭാഗമാണ് ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത്. ഇതിൽ OSI മോഡലുള്ള ആപ്ലിക്കേഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ, സെഷൻ ലെയർ ഇവിടെ കാണുന്നുണ്ടാവും നിങ്ങൾ. ഈ 3 ഒരുമിച്ച് കൂടിയിട്ട് ഇതൊരു സിംഗിൾ യൂണിറ്റ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ആപ്ലിക്കേഷൻ ലെയർ ഇൻ TCP/IP മോഡൽ. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ചെറിയ ബോക്സിൻ്റെ അകത്ത് വരുന്നതെല്ലാം SMTP, FTP, ടെൽനെറ്റ്, DNS എന്നൊക്കെ വരുന്നത് ഈ ഒരു ലെയറിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് പ്രോട്ടോക്കോൾസ് ആണ്. നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ഉപയോഗിക്കുമ്പോൾ വേണ്ട ആവശ്യമുള്ള ഡിഫറെൻറ്റ് പ്രോട്ടോക്കോൾസ് ആണ് ഈ ഒരു ചെറിയ ബോക്സ് ആയിട്ട് ഇവിടെ കൊടുത്തത്. SMTP എന്ന സിമ്പിൾ മെസ്സേജ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, അങ്ങനെ പോകും. ഡൊമൈൻ നെയിമിംഗ് സിസ്റ്റമാണ് DNS. അങ്ങനെ ഒരുപാട് പ്രോട്ടോക്കോൾസ് ആണ് ഈ ചെറിയ ബോക്സിൻ്റെ അകത്ത് കാണിച്ചിട്ടുള്ളത്.
ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും ഓരോ ലെയറും. ദെൻ തൊട്ട് താഴെ രണ്ടാമത്തെ ലെയർ ആയിട്ട് പറയുന്നത് ട്രാൻസ്പോർട്ട് ലെയർ ആണ്. ട്രാൻസ്പോർട്ട് ലെയർ നേരത്തെ OSI മോഡൽ ഉണ്ടായിരുന്നു. ഇവിടെ രണ്ട് പ്രോട്ടോകോൾസ് ആണ് നമ്മൾ ട്രാൻസ്പോർട്ട് ലെയറിൽ യൂസ് ചെയ്യുന്നത്, TCPയും അതേപോലെ UDPയും. TCP മീൻസ് ട്രാൻസ്ഫർ കൺട്രോൾ പ്രോട്ടോകോളും ആൻഡ് UDP മീൻ യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ എന്നുമാണ്. സോ TCP മെയിൻലി കണക്ഷൻ ഓറിയൻറ്റഡ് ആണ്, വിർച്വൽ കണക്ഷൻ ഉണ്ടായിക്കൊണ്ടാണ്. UDP കണക്ഷൻ ലെസ് ആണ്. TCP മോർ റിലയബിൾ ആണെന്ന് പറയും, UDP ലെസ് റിലയബിൾ ആണെന്ന് പറയും. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡുകളിൽ നമ്മൾ പറയും. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഒരു ഓവർവ്യൂ ഉണ്ടാക്കി വെക്കുക. ദെൻ താഴെയുള്ള ലെയറാണ് നെറ്റ്വർക്ക് ലെയർ, അല്ലെങ്കിൽ ഇതിന് നമ്മൾ വേറൊരു പേരും കൂടെ പറയുന്നത് എന്ത്, ഇൻ്റർനെറ്റ് ലെയർ എന്നും ഈ ഒരു ലെയറിന് പറയാറുണ്ട്. അതിൽ വരുന്ന ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ICMP, IGMP, ARP, RARP എന്നുള്ളതൊക്കെ എന്താണ് ഈ നെറ്റ്വർക്ക് ലെയർ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ലെയറിൽ വരുന്ന ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ് ആണ്. ഓക്കെ, ഇനി തൊട്ടടുത്ത് താഴെ വരുന്ന ലെയറാണ് എന്ത്, ഡാറ്റ ലിങ്ക് ലെയർ. ദെൻ തൊട്ട് താഴെ വരുന്നത് ഫിസിക്കൽ ലെയർ, ലോവസ്റ്റ് ലെയർ ആണ് എന്ത്, ഫിസിക്കൽ ലെയർ. ഈ രണ്ട് ലെയറിനും കൂടി ഡാറ്റ ലിങ്ക് ലെയറിനെയും ഫിസിക്കൽ ലെയറിനെയും കൂടെ ഒരുമിച്ച് നമ്മൾ നെറ്റ്വർക്ക് ആക്സസ് ലെയർ എന്നാണ് TCP/IP കോമൺ ആയിട്ട് റെഫർ ചെയ്യുന്നത്. സോ ഇങ്ങനെ ഡിഫറെൻറ്റ് 5 ലെയേഴ്സ്. ഓക്കെ, ഇനി ഓരോ ലെയറും എന്താണെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് ലെയർ ആണെന്ത്, നെറ്റ്വർക്ക് ആക്സസ് ലെയർ. സോ നെറ്റ്വർക്ക് ആക്സസ് ലെയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെയുള്ള രണ്ട് ലെയേഴ്സ് ഒരുമിച്ചതാണ് എന്ത്, നെറ്റ്വർക്ക് ആക്സസ് ലെയർ. അതായത് ഫിസിക്കൽ ലെയറും ഇവിടെയാണ് ഡാറ്റ ലിങ്ക് ലെയറും. ഈ രണ്ട് ലെയർ ഒരുമിച്ചതിനെയാണ് നമ്മൾ എന്ത് പറയുക, നെറ്റ്വർക്ക് ആക്സസ് ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ എ നെറ്റ്വർക്ക് ലെയർ ആക്സസ് ഈസ് ദി ലോവസ്റ്റ് ലെയർ ഓഫ് ദി TCP/IP മോഡൽ. സോ ഏറ്റവും താഴെയുള്ള ലെയർ ആണ്. And network layer is the combination of physical layer and data link layer defined in the OSI reference model. So it is a combination of physical layer and data link layer. രണ്ടിനും കൂടി ഒരുമിച്ച് പറയുന്ന പേരാണ് എന്ത്, നെറ്റ്വർക്ക് ആക്സസ് ലെയർ ഇൻ TCP/IP മോഡൽ. It defines how the data should be sent physically through the network. So നമ്മൾ OSI മോഡലിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഡാറ്റ ഫിസിക്കലി നമ്മൾ എങ്ങനെയാണ് ഒരു മെഷീൻ വേറെ മെഷീനിലേക്ക് സെൻഡ് ചെയ്യുന്നത്, അത് ഡിഫൈൻ ചെയ്യുന്നതൊക്കെ ആരാണ്, ഈ ഒരു ലെയറാണ്. എങ്ങനെ പോകണം, എത്ര ബിറ്റ്സ് വെച്ചിട്ട് പോകണം, അതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ ഫിസിക്കൽ ട്രാൻസ്മിഷൻ നടക്കുന്നത് ഈ ഒരു നെറ്റ്വർക്ക് ആക്സസ് ലെയറിലാണ്. Then this layer is mainly responsible for the transmission of data between two devices on the same network. So same network രണ്ട് ഡിവൈസ് തമ്മിലുള്ള ഡാറ്റ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടാണ് നെറ്റ്വർക്ക് ആക്സസ് ലെയർ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. The functions carried out this layer is encapsulated in the IP datagram into frames transmitted by the network and mapping of IP address into physical address. നമ്മളൊരു IP അഡ്രസ്സ് കൊടുക്കും, ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്സ് കൊടുത്തിട്ട് മുമ്പുള്ള ലെയർ അവർ കൊടുക്കുന്ന അഡ്രസ്സ് നമ്മൾ മാപ്പ് ചെയ്തിട്ട് എവിടേക്കാണ് ഈ ഡാറ്റ പോകേണ്ടത് എന്നുള്ള കറക്റ്റ് ഡിഫൈൻ ചെയ്ത് കൊടുക്കും. അങ്ങനെ ഡാറ്റ ഫിസിക്കലി നമ്മൾ എന്ത് ചെയ്യും, സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ തൊട്ട് മുമ്പുള്ള ലെയറിലാണ് IP ഡാറ്റാഗ്രാം ഉള്ളത്, നെറ്റ്വർക്ക് ലെയറിൽ. ആ ലെയർ എന്ത് ചെയ്യും, IP ഡാറ്റാഗ്രാമിൽ എവിടേക്കാണ് ഡാറ്റ പോകേണ്ടത്, ടു അഡ്രസ്സൊക്കെ ഉണ്ടാവും, ഒരു ഡെസ്റ്റിനേഷൻ അഡ്രസ്സൊക്കെ കൊടുക്കും. അതെല്ലാം നമ്മൾ നോക്കിയിട്ട് ഈ ലെയർ നെറ്റ്വർക്ക് ആക്സസ് ലെയർ എന്ത് ചെയ്യും, അതെല്ലാം ഡിഫൈൻ ചെയ്തിട്ട് അതെല്ലാം സോൾവ് ചെയ്തിട്ട് എവിടേക്കാണ് ഡാറ്റ പോകേണ്ടതെന്ന് നോക്കും. എന്നിട്ട് ആ ഡാറ്റ എന്ത് ചെയ്യും, സെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ. The protocol used by this layer are Ethernet, token ring, FDDI, X.25 and frame relay protocol. ഈ പ്രോട്ടോകോൾസ് നെയിംസ് ഒക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഒന്ന് ഓർത്ത് വെക്കുക ഏതൊക്കെയാണെന്നുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. ദെൻ രണ്ടാമത്തെ ലെയർ ആണെന്ത്, ഇൻ്റർനെറ്റ് ലെയർ ഓർ നെറ്റ്വർക്ക് ലെയർ എന്നും പറയാറുണ്ട്. ആൻഡ് ഇൻ്റർനെറ്റ് ലെയർ ഈസ് സെക്കൻഡറി ലെയർ ഓഫ് ദി TCP/IP മോഡൽ. താഴ്ന്ന മേലോട്ട് പോകുമ്പോൾ രണ്ടാമത്തെ ലെയർ ആണ് എന്ത്, ഇൻ്റർനെറ്റ് ലെയർ എന്ന് പറയുന്നത്. ദ ഇൻ്റർനെറ്റ് ലെയർ ഈസ് ഓൾസോ നോൺ ആസ് നെറ്റ്വർക്ക് ലെയർ. വേറൊരു പേര് നെറ്റ്വർക്ക് ലെയർ എന്നാണ് നമ്മളിതിനെ സാധാരണ പറയുന്നത്. ആ ഫിഗറിലൊക്കെ കൊടുത്തത് എന്താണ്, നെറ്റ്വർക്ക് ലെയർ എന്ന് പറഞ്ഞിട്ടാണ്. The main responsibility of the internet layer is to send the packet from any network and they arriving at the destination irrespective of the route they take. So internet layerൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണെന്നുള്ളത്, മെയിൻ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഒരു നെറ്റ്വർക്കിൽ നിന്ന് വേറെ നെറ്റ്വർക്കിലേക്ക് നമ്മൾ പാക്കറ്റ്സ് സെൻഡ് ചെയ്യാം, അല്ലേ. അത് ഡാറ്റ കമ്മ്യൂണിക്കേഷനാണ് ഈ നെറ്റ്വർക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ഇവിടെ ഡാറ്റ സെൻഡ് ചെയ്യുക എന്നുള്ള മെയിൻ ജോബ് ചെയ്യുന്നത് ആരാണ്, അത് കൺട്രോൾ ചെയ്യുന്ന ആരാണ്, ഈ ഇൻ്റർനെറ്റ് ലെയർ നെറ്റ്വർക്ക് ലെയറാണ്. അപ്പം ഏത് റൂട്ട്, ഇപ്പം എ എന്ന് ബി എന്നുള്ള ഡിവൈസിലേക്ക് പോകണമെങ്കിൽ ദർ ആർ മൾട്ടിപ്പിൾ റൂട്ട്സ്, ഒരുപാട് റൂട്ട് ഉണ്ടെന്ന് വിചാരിക്കാം. ഏത് റൂട്ടിലൂടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റൂട്ടിലൂടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ അയക്കാൻ പറ്റും. അത് അയക്കുന്ന ആ ജോലി ചെയ്യുന്ന ആരാണ്, ഈ
ഇൻ്റർനെറ്റ് ലെയർ ആണ്. ഓക്കെ, അത് ഏത് പാത്തിലൂടെ എന്ന് ബിയിലേക്ക് എത്താൻ ഡിഫൈൻ ചെയ്യുന്നതൊക്കെ ഈ ഇൻ്റർനെറ്റ് ലെയറിൻ്റെ ജോബാണ്. പ്രോട്ടോകോൾ യൂസ്ഡ് ഇൻ ദിസ് ലെയർ ആർ IP പ്രോട്ടോകോൾ, ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ, ARP അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ, ICMP പ്രോട്ടോകോൾസ്, ഇങ്ങനെ ഒരുപാട് പ്രോട്ടോകോൾസ് ഉണ്ട് ഈ ഇൻ്റർനെറ്റ് ലെയർ പ്രോട്ടോകോളിൽ. ദെൻ തേർഡ് ലെയർ ആണ് എന്ത്? ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുന്നത്. ദ ട്രാൻസ്പോർട്ട് ലെയർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി reliability, flow control and correction of data which is being sent over the network. So transport layer മെയിൻ ഡ്യൂട്ടീസ് ആണ് എന്തൊക്കെ? റിലയബിലിറ്റീസ്, അതായത് ഡാറ്റ റിലയബിൾ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളത്. ഒരു A to B ഡാറ്റ എത്തുന്നത് റിലയബിൾ ആയിരിക്കും, അതിൽ എററൊന്നും ഉണ്ടാക്കാതെ ഡാറ്റ എത്തുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ഡ്യൂട്ടിയാണ്. ട്രാൻസ്പോർട്ടേഷൻ ആണ് മെയിൻലി. ഫ്ലോ കൺട്രോൾ നമ്മൾ ഓൾറെഡി OSI മോഡലിൽ പറഞ്ഞിട്ടുണ്ട്. ഫ്ലോ കൺട്രോൾ എന്നാൽ എയും ബിയും അയാൾക്ക് ഡാറ്റ അയക്കാനും സ്വീകരിക്കാനും പറ്റുന്ന റേറ്റിൽ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അതായത് A അയക്കുന്ന ഡാറ്റൻ്റെ എണ്ണം ചിലപ്പം B എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്സസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, സ്പീഡ് കൂടുതലായിരിക്കും. അപ്പം ഫ്ലോ കൺട്രോൾ ചെയ്യുക, ഡാറ്റ ട്രാൻസ്ഫറിങ്ങിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുക, അതാണ് എന്ത്? ഫ്ലോ കൺട്രോൾ മെയിൻ ചെയ്യുന്നത്. ആൻഡ് കറക്ഷൻ ഓഫ് ഡാറ്റ വിച്ച് ഈസ് ബീങ് സെൻഡ് ഓവർ ദ നെറ്റ്വർക്ക്. അപ്പം എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ആ എറർ കറക്റ്റ് ചെയ്യുന്നത് ആരാണ്? ഈ ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ഡ്യൂട്ടീസാണ്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. ദ ടു പ്രോട്ടോകോൾ യൂസ്ഡ് ഇൻ ദി ട്രാൻസ്പോർട്ട് ലെയർ ആർ യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ UDP എന്ന് പറയും, ആൻഡ് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ TCP എന്ന് പറയും. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ട് പ്രോട്ടോക്കോളും ചിലപ്പം അത് എക്സാം ചോദിക്കും. സോ യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോക്കോളും TCP ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോളും TCP/IP മോഡലിലെ ട്രാൻസ്പോർട്ട് ലെയറിൽ ഉപയോഗിക്കുന്ന രണ്ട് പ്രോട്ടോക്കോൾസ് ആണ്. അപ്പോൾ ഇവിടെ UDPൻ്റെ ചെറിയൊരു കോമ്പോണൻറ്റ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇതാണ് UDP എന്നുള്ള ഒരു ഡാറ്റ പോകുന്നത് ഇങ്ങനെ ഉണ്ടാവും. അതിൽ ഡാറ്റ ഇവിടെ ഉണ്ടാവും. ഡാറ്റൻ്റെ കൂടെ UDP നമ്മൾ എന്ത് ചെയ്യും? ഒരു ഹെഡർ ആഡ് ചെയ്യും. ഹെഡർ അപ്പോൾ നമ്മളൊരു മെയിൽ, ഒരു കത്തൊരാൾക്ക് അയക്കുകയാണെങ്കിൽ അതിലൊരു ഹെഡിങ് കൊടുക്കും അല്ലേ? കവർ ലെറ്ററിൻ്റെ മുകളിൽ ഒരു ഹെഡിങ് കൊടുക്കും. അതേപോലെ ഒരു ഡാറ്റ അയക്കുമ്പം UDPയിൽ അയക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഹെഡർ ആഡ് ചെയ്യും. അതിൻ്റെ സൈസ് എത്രയാണ്? 8 bytes ആണ്. 8 bytes. ഒരു ബൈറ്റ്സ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റാണ്. ബിറ്റും ബൈറ്റ്സും ഒക്കെ നിങ്ങൾക്ക് അറിയാൻ വിചാരിക്കുന്നത്. സോ ടോട്ടൽ എത്ര ഇതിൻ്റെ സൈസ്? 8 × 8 64 ബിറ്റ്സ് ആണ് ഇതിൻ്റെ ഈ ഹെഡറിൻ്റെ ടോട്ടൽ സൈസ്. അപ്പം ഈ ഒരു 8 bytes നമ്മൾ എങ്ങനെയാണ് പാർട്ടീഷൻ ചെയ്തതാണ് ഇവിടെ ഈ ഒരു തൊട്ടടുത്ത് ഈ ഫിഗർ കാണിക്കുന്നത്. ഈ ഹെഡറിൻ്റെ ഫോർമാറ്റാണ്. ടോട്ടൽ 16 ബിറ്റ്സ് ആണ്, 64 ബിറ്റ്സ് ആണുള്ളത്. അതിൽ ആദ്യത്തെ 16 ബിറ്റ്സ് എന്താണ്? സോഴ്സ് പോർട്ട് അഡ്രസ് 16 ബിറ്റ്. അതായത് ഈ ഡാറ്റ എവിടെ നിന്നാണ് വരുന്നത്, ആരാണ് ഈ ഡാറ്റ അയക്കുന്നത്. നെറ്റ്വർക്കിലൂടെ ഒരു മെസ്സേജ്, ഒരു പാക്കറ്റ് നമ്മൾ അയക്കുകയാണ്. പാക്കറ്റ് മീൻസ് ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ, അത് അയക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മളൊരു ഹെഡർ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ ഹെഡറിലുള്ള കണ്ടന്റ് ആണ് ഇവിടെ കാണിച്ച 4 കോമ്പോണൻസ്. ആദ്യത്തെ പാർട്ട് എന്താണ്? സോഴ്സ് പോർട്ട് അഡ്രസ്. ഈ ഡാറ്റ ആരാണ് അയക്കുന്നത്, എവിടെ നിന്നാണ് ഡാറ്റൻ്റെ സോഴ്സ്, അത് എവിടെ നിന്നാണ് നമ്മൾ അയക്കുന്നത്, അതാണ് ഇവിടെ. ഫ്രം അല്ലേ, നമ്മൾ ലെറ്റർ അയക്കുമ്പോൾ ഫ്രം അയക്കുന്നുണ്ട്, അതാണ് ഇവിടെ കൊടുക്കുന്നത്. ദെൻ ഡെസ്റ്റിനേഷൻ പോർട്ട് അഡ്രസ്. ഈ ഡാറ്റ അല്ലെങ്കിൽ ഈ പാക്കറ്റ് നമുക്ക് എവിടേക്കാണ് സെൻഡ് ചെയ്യേണ്ടത്, അതാണ് ഡെസ്റ്റിനേഷൻ പോർട്ട് അഡ്രസ്. നമ്മൾ എൻവലപ്പിൻ്റെ മുകളിൽ ടു അഡ്രസ് ചെയ്തെന്ന പോലെ. ദെൻ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇത് ഡാറ്റൻ്റെ ലെങ്ത്, നമ്മൾ അയക്കുന്ന ഡാറ്റ അല്ലെങ്കിൽ മെസ്സേജിന് എത്ര ലെങ്ത്, ഈ ഡാറ്റൻ്റെ ഭാഗത്ത് വരുന്ന ഡാറ്റൻ്റെ ലെങ്ത് എത്രയാണെന്നുള്ളത് നമ്മളിവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കും. ദെൻ ചെക്സം എന്നൊരു ഭാഗം കൊടുക്കും. ഈ ചെക്സം ആഡ് ചെയ്യുന്നത് റിലയബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്, അതായത് എറേഴ്സ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചെക്സം നിങ്ങൾ എവിടെയും പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഒരു എറർ കറക്ഷൻ അല്ലെങ്കിൽ എറർ ഡിറ്റക്ഷൻ മെക്കാനിസം ആണ് എന്ത്? ചെക്സം എന്ന് പറയുന്നത്. നമ്മൾ ഡാറ്റ അയക്കുമ്പം അത് റിസീവറിൽ എത്തിയിട്ട് അത് അയച്ച ഡാറ്റയിൽ എന്തെങ്കിലും കറക്ഷൻസ് വന്നോ ഇല്ലയോ അറിയണം. അതിന് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് എന്ത്? ചെക്സം എന്നുള്ളത്. കാരണം ഈ ഡാറ്റാസ് എല്ലാം നമ്മൾ അയക്കുന്നത് എന്ത് ഫോമിലാണ്? ബൈനറി ഫോമാറ്റ്സ് ആണ്. ഞാൻ നിങ്ങൾക്കൊരു ഹായ് എന്ന് അയച്ചാൽ അല്ലെങ്കിൽ ഒരു ഹലോ എന്ന് അയച്ചാൽ അതിനെ എന്ത് ചെയ്യും? ഒരു സീരീസ് ഓഫ് 1ഉം 0 ആക്കി മാറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡാറ്റ അയക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു 0 അല്ലെങ്കിൽ ഒരു 1 അങ്ങോട്ടും ഇങ്ങോട്ടും വരാൽ മൊത്തം മെസ്സേജ് എന്തായി പോകും? മാറിപ്പോവും. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ, എറേഴ്സ് വരുന്നുണ്ടോ എന്ന് ചെയ്യണം, നമ്മൾ ചെക്ക് ചെയ്യണം. അതിന് ഉപയോഗിക്കുന്ന മെത്തേഡാണ് എന്ത്? ചെക്സം. സോ ഇറ്റ് ഈസ് 16 ബിറ്റ് ലെങ്ത് ആണ്. ഓക്കെ, ഇങ്ങനെ 4 കോമ്പോണൻസ് ആണ് നമ്മളെ UDPൻ്റെ ഹെഡറിൻ്റെ അകത്തുള്ളത്. സോഴ്സ് പോർട്ട്, ഡെസ്റ്റിനേഷൻ പോർട്ട്, ആൻഡ് ലെങ്ത് ഓഫ് ദ ഡാറ്റ, ആൻഡ് ചെക്സം ഫോർ ഡിറ്റക്ടിങ് എനി എറേഴ്സ് ഒക്കർ ഡ്യൂറിങ് ട്രാൻസ്മിഷൻ സമയത്ത് എന്തെങ്കിലും എറർ ഉണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു, അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പാർട്ടാണ് എന്ത്? ചെക്സം. ഇങ്ങനെ 4 ഭാഗം കൂടിയിട്ടാണ് UDP ഉണ്ടാവുക. ഓക്കെ,
ദെൻ UDP എന്താണെന്ന് നോക്കാം. യൂസർ ഡാറ്റ അഗ്രൻ പ്രോട്ടോക്കോൾ ആണ്. ഇറ്റ് പ്രൊവൈഡ് കണക്ഷൻലെസ് സർവീസ് ആൻഡ് എൻഡ് ടു എൻഡ് ഡെലിവറി ഓഫ് ട്രാൻസ്മിഷൻ. നമ്മൾ ഡാറ്റ അയക്കുമ്പം ഒരു പോയിന്റ് മെയിൻ ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് കണക്ഷൻലെസ് ആണ്, കണക്ഷൻലെസ് സർവീസ് ആണ്. അതായത് യൂസറും റിസീവറും അല്ലെങ്കിൽ സെൻഡറും റിസീവറും നമ്മൾ എന്തുണ്ടാവില്ല, ഒരു ഡയറക്റ്റ് കണക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഡാറ്റ കണക്ഷൻലെസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് അൺറിലയബിൾ പ്രോട്ടോക്കോൾ. ഓക്കെ, ഇത് കണക്ഷൻലെസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ റിലയബിലിറ്റി കുറവാണ് എന്തിന്, ഈ UDP ഡാറ്റാഗ്രാമിന്. മോറോവർ ഇതിൽ നേരത്തെ പറഞ്ഞു ഞാനൊരു ചെക്സം എന്ന് പറഞ്ഞൊരു ഭാഗം ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അല്ലേ, ഹെഡറിൻ്റെ ഭാഗത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്, എറർ ഉണ്ടോ ഇല്ലേ എന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അവിടെ എറർ ഉണ്ടെങ്കിൽ ഈ UDP എന്ത് ചെയ്യുള്ളൂ, ദർ ഈസ് ആൻ എറർ ഇൻ ഡാറ്റ എന്ന് മാത്രമേ പറയുള്ളൂ, അല്ലാതെ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കൂല. അതുകൊണ്ട് കൂടെയാണ് എന്ത് പറയുന്നത്, ഇറ്റ് ഈസ് അൺറിലയബിൾ എന്ന് പറയുന്നത്. ഒന്നാമത് ഇറ്റ് ഈസ് കണക്ഷൻലെസ് ആണ്, ദർ ഈസ് നോ ഡയറക്റ്റ് കണക്ഷൻ ബിറ്റ്വീൻ യൂസർ സെൻഡർ ആൻഡ് റിസീവർ. അതുകൊണ്ട് റിലയബിലിറ്റി കുറവാണ്. രണ്ടാമത്തെ റീസൺ, നമ്മൾ ഉപയോഗിക്കുന്ന എറർ ഡിറ്റക്ഷൻ ഓർ കറക്ഷൻ മെക്കാനിസം എന്താണ്, ചെക്സം എന്നുള്ള മെത്തേഡാണ്. അത് എന്ത് മാത്രമേ ചെയ്യുള്ളൂ, നമ്മളെ റിസീവർ എൻഡിൽ ഡാറ്റ എത്തിക്കഴിഞ്ഞാൽ അതിൽ എറർ ഉണ്ടോ ഇല്ലേ എന്ന് മാത്രമേ ഇത് ചെക്ക് ചെയ്യുന്നുള്ളൂ. എന്താണ് എറർ എന്ന് നമുക്ക് എന്ത് ചെയ്യില്ല, സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു തരില്ല. അതുകൊണ്ടാണ് ദിസ് ഈസ് ലെസ് റിലയബിൾ എന്ന് പറയുന്നത് കമ്പയറിംഗ് ടു TCP. ദെൻ UDP കൺസിസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ഫീൽഡ്. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു അല്ലേ, സോഴ്സ് പോർട്ട് അഡ്രസ് ഉണ്ടാവും, എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത്, ഡെസ്റ്റിനേഷൻ പോർട്ട് അത് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളത്, ടോട്ടൽ ലെങ്ത്, ഡിഫൈൻ ടോട്ടൽ നമ്പർ ഓഫ് ബൈറ്റ്സ് ഇൻ ദ യൂസ് ഇൻ ഡാറ്റാഗ്രാം, ഡാറ്റാൻ്റെ സൈസ് എത്രയാണുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കും. ചെക്സം ഇസ് എ 16-bit ഫീൽഡ് യൂസർ ടു എറർ ഡിറ്റക്ഷൻ. ആ വേർഡ് ഒന്ന് ഓർത്ത് വെക്കുക, ഇറ്റ് ഈസ് ഓൺലി ഫോർ എറർ ഡിറ്റക്ഷൻ ആണ്, നോട്ട് ഫോർ കറക്ഷൻ. ദെൻ UDP ഡസ് നോട്ട് സ്പെസിഫൈ ദ പാക്കറ്റ് വിച്ച് പാക്കറ്റ് ഈസ് ലോസ്റ്റ്. അതുകൊണ്ടാണ് ഇതിനെ ലെസ് റിലയബിൾ എന്ന് പറയുന്നത്. ഏത് പാക്കറ്റാണ് ലോസ് ആയി പോയത് എന്നുള്ളത് ആര് പറയില്ല, UDP പറയില്ല. UDP കണ്ടെയ്ൻസ് ഓൺലി ചെക്സം, ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്നിങ് എനി ID ഓഫ് ഡാറ്റ സെഗ്മെൻറ്റ്സ്. സോ ചെക്സം ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യില്ല, ഏത് ഡാറ്റയാണ് കറക്റ്റായിട്ട് എറർ ഉണ്ടായിട്ടുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റ് സ്പെസിഫൈ ചെയ്ത് പോയിന്റ് ഔട്ട് ചെയ്യാൻ ആർക്കയില്ല, ഈ ചെക്സം മെത്തേഡിന് ഉപയോഗിക്കുമ്പം മെത്തേഡ് അതിന് കഴിയില്ല. അതുകൊണ്ട് ഇറ്റ് ഈസ് റിലയബിലിറ്റി കുറവാണ് എന്തിന്, UDP പ്രോട്ടോക്കോളിന്. സോ നെക്സ്റ്റ് പ്രോട്ടോക്കോൾ ആണ് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ, TCP പ്രോട്ടോക്കോൾ എന്ന് പറയും. സോ ഇറ്റ് ക്രിയേറ്റ്സ് എ വിർച്വൽ സർക്യൂട്ട് ബിറ്റ്വീൻ ദ സെൻഡർ ആൻഡ് ദ റിസീവർ ആൻഡ് ഇറ്റ് ഈസ് ആക്റ്റീവ് ഫോർ ദി ഡ്യൂറേഷൻ ഓഫ് ദി ട്രാൻസ്മിഷൻ. തൊട്ട് മുന്നേ നമ്മൾ UDP പറഞ്ഞു അവിടെ എന്തില്ല, സെൻഡറും റിസീവറും തമ്മിൽ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ എന്തുണ്ട്, സെൻഡറും റിസീവറും തമ്മിൽ ഒരു വിർച്വൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും സെൻഡ് ചെയ്യുന്നതിന് മുമ്പ്, ഡാറ്റ സെൻഡ് ചെയ്യുന്നതിന് മുമ്പ്. അതായത് എന്ന് ബിയിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും, എയും ബിയും തമ്മിൽ ആദ്യം ഒരു കണക്ഷൻ നമ്മൾ എന്ത് ചെയ്യും, എസ്റ്റാബ്ലിഷ് ചെയ്യും, വിർച്വൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. അത് എന്ത് ചെയ്യും, ത്രൂ ഔട്ട് ദി ട്രാൻസ്മിഷൻ, ഡാറ്റ അയക്കുന്ന സമയം മുഴുവൻ അതെന്ത് ചെയ്യും, അവിടെ നിൽക്കും. ഓക്കെ, അപ്പോൾ ഡാറ്റ അയക്കുന്നത് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ സ്റ്റോപ്പ് ആക്കിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ വിർച്വൽ കണക്ഷൻ നമ്മൾ ടെർമിനേറ്റ് ചെയ്യുന്നുള്ളൂ. അതുവരെ ഒരു കണക്ഷൻ അവിടെ ഉണ്ടാവും ബിറ്റ്വീൻ സെൻഡർ ആൻഡ് റിസീവർ. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ്. സോ TCP ഈസ് റിലയബിൾ പ്രോട്ടോക്കോൾ ആസ് ഇറ്റ് ഡിറ്റക്ട് എറർ ആൻഡ് റീട്രാൻസ്മിറ്റ് ദ ഡാമേജ്ഡ് ഫ്രെയിം. തൊട്ട് മുമ്പ് UDP പറഞ്ഞു അവിടെ എറർ കറക്റ്റ് ചെയ്യാൻ മാത്രമേ പറ്റില്ല, എറർ ഡിറ്റക്ട് ചെയ്യാൻ മാത്രമേ പറ്റുന്നുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ TCP അപ്പോൾ എന്ത് ചെയ്യും, അവിടെ എറർ ഡിറ്റക്ട് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, ഏത് പാക്കറ്റ്സ് ആണോ ഫെയിൽ ആയത് അല്ലെങ്കിൽ എറർ ഉണ്ടായത് ആ പാക്കറ്റ് നമ്മൾ എന്ത് ചെയ്യും, റീട്രാൻസ്മിറ്റ് ചെയ്യാനും കൂടെ ആർക്ക് കഴിയും, ഈ TCP വെച്ച് നമുക്ക് കഴിയും. അതുകൊണ്ട് ഇറ്റ് ഈസ് മോർ റിലയബിൾ ദാൻ UDP എന്ന് പറയും. So therefore it's ensured all the segment must be received and acknowledged before the transmission is considered to be completed and virtual circuit is discarded. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു വിർച്വൽ സർക്യൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു പറഞ്ഞു ഡാറ്റ അയക്കുന്നതിന് മുമ്പ്. അതുകൊണ്ട് TCP അതെന്ത് ചെയ്യും, എല്ലാ ഡാറ്റയും എത്തിയിട്ടുണ്ടോ, അതിൽ എന്തെങ്കിലും എറർ ഉണ്ടോ എല്ലാം ചെക്ക് ചെയ്യും. അതിനുശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ സെൻഡറും റിസീവറും തമ്മിലുള്ള വിർച്വൽ കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ റിലയബിലിറ്റി എന്താണ്, കൂടുതലാണ്. At the sending end, TCP divide the whole message into smaller unit known as segments, and each segment containing a sequence number which is required for reordering the frame to form an original message. അപ്പം സെൻഡിങ് സൈഡിൽ TCP എന്ത് ചെയ്യും, നമുക്ക് കിട്ടിയ മെസ്സേജിനെല്ലാം ചെറിയ പാർട്സ് ആക്കി മാറ്റും, സ്മോളർ യൂണിറ്റ് ആക്കി മാറ്റും, വലിയ ഡാറ്റനെ സ്മോൾ യൂണിറ്റ്സ് ആക്കി മാറ്റും. അതിന് നമ്മൾ സെഗ്മെൻറ്റ്സ് എന്ന് പറയും. ആ സെഗ്മെൻറ്റ്സ് ആക്കുമ്പോൾ TCP അതിന് എന്ത് ചെയ്യും, ഓരോന്നിനും ഓരോ യുണീക്ക് ID നമ്പേഴ്സ് കൊടുക്കും. അതെന്തിനാണ്, റിസീവർ സൈഡിൽ ഈ
ചെറിയ ചെറിയ യൂണിറ്റ് ആയിട്ട് നമുക്ക് കിട്ടുക, ഇവിടെ ആക്കിയ പോലെയുള്ള ചെറിയ ചെറിയ യൂണിറ്റ്സ് ആക്കിയിട്ടാണ് നമുക്ക് റിസീവർ സൈഡിൽ കിട്ടുക. അപ്പം അതിൻ്റെ ഓർഡർ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഡാറ്റൻ്റെ കറക്റ്റ് ഓർഡറിൽ എങ്ങനെയാണെന്നുള്ളത് അറേഞ്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മെക്കാനിസം ഉപയോഗിക്കുന്നത്. സോ സെൻറ്റർ സൈഡ് നമ്മൾ വലിയൊരു ഡാറ്റ എടുത്ത് ചെറിയ ചെറിയ യൂണിറ്റ് ആക്കി മാറ്റും, സ്മോൾ പീസസ് ആക്കി മാറ്റും. അതിന് ഓരോന്നിനും എന്ത് കൊടുക്കും, ഒരു ID കൊടുക്കും. സോ ആ ID വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസീവർ സൈഡിൽ ഇങ്ങനെ ചെറിയ ചെറിയ കുറേ പാക്കറ്റ് കിട്ടുമ്പം കറക്റ്റ് ഓർഡറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, സോ ഇറ്റ് മേക്ക് ഈസി ഡാറ്റ ട്രാൻസ്മിഷൻ ഈസി ആക്കുന്നുണ്ട് ആര്, TCP പ്രോട്ടോക്കോൾ. At the receiving end, TCP collect all the segment and reorder them based on the sequence number. നമ്മൾ നേരത്തെ കൊടുത്ത സീക്വൻസ് നമ്പർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ റിസീവർ സെൻഡിൽ നമുക്ക് കിട്ടിയ എല്ലാ ഡാറ്റനെയും ഒരു ഓർഡറിലാക്കിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ഫോമിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത്രയാണ് TCP പ്രോട്ടോക്കോളിനെ പറ്റി പറയാനുള്ളത്. ഇനി ഏറ്റവും ടോപ്പ് ലെയർ ആണ് എന്ത്, അപ്ലിക്കേഷൻ ലെയർ. അപ്ലിക്കേഷൻ ലെയറിന് അകത്ത് 3 ലെയേഴ്സ് ഉണ്ട് OSI മോഡലിൽ. ഏതൊക്കെയാണ്, അപ്ലിക്കേഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ, സെഷൻ ലെയർ. ഈ 3ഉം കൂടെ കൂടിയിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്, അപ്ലിക്കേഷൻ ലെയർ ഫോം ചെയ്യുന്നത് ഇവിടെ. സോ ഇറ്റ് ഈസ് ഇക്വലന്റ് ടു ദി കമ്പൈൻഡ് സെഷൻ, പ്രസൻറ്റേഷൻ ആൻഡ് അപ്ലിക്കേഷൻ ലെയർ ഇൻ ദ OSI മോഡൽ. OSI മോഡലിൽ നമ്മളെ സെഷൻ ലെയർ, അതേപോലെ പ്രസൻറ്റേഷൻ ലെയർ ആൻഡ് അപ്ലിക്കേഷൻ ലെയർ കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്, TCP/IP മോഡലിൽ അപ്ലിക്കേഷൻ ലെയർ ഫോം ചെയ്യുന്നത്. An application layer is the topmost layer in the TCP/IP model. So ഏറ്റവും ടോപ്പിലുള്ള ലെയർ ആണ് എന്ത്, ഈ അപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത്. ദിസ് ലെയർ അലോസ് ദ യൂസർ ടു ഇൻട്രാക്ട് വിത്ത് ദി അപ്ലിക്കേഷൻ. സോ യൂസറായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ലെയർ ഏതാണ്, TCP/IP മോഡലിലെ അപ്ലിക്കേഷൻ ലെയർ ആണ് യൂസറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ലെയർ. എവറി ആപ്ലിക്കേഷൻ കനോട്ട് പ്ലേസ്ഡ് ഇൻസൈഡ് ദ ആപ്ലിക്കേഷൻ ലെയർ എക്സെപ്റ്റ് ദോസ് ഹു ഇൻട്രാക്ട് വിത്ത് ദ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അതായത് അപ്ലിക്കേഷൻ ലെയറിൽ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത് എന്തല്ല, എല്ലാ ആപ്ലിക്കേഷൻസും എന്തിൽ വരില്ല, അപ്ലിക്കേഷൻ ലെയറിൽ വരില്ല. അത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അതിനെ അപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോക്കോൾ എന്ന് പറയില്ല. അപ്ലിക്കേഷൻ ലെയറിലേക്ക് വരുന്ന അപ്ലിക്കേഷൻസ് എന്ന് നമ്മൾ പറയുന്നുള്ളൂ. ഒരു എക്സാമ്പിൾ എടുക്കാം. നിങ്ങളൊരു വേർഡ് ഡോക്യുമെൻ്റ് ഉണ്ട്, അതേപോലെ ഒരു ഗൂഗിൾ ക്രോം ഉണ്ട്. രണ്ടും 2 ആപ്ലിക്കേഷൻസ് ആണല്ലേ. ഈ വേർഡ് ഡോക്യുമെൻ്റ് എവിടെയെങ്കിലും നിങ്ങളുടെ ഡാറ്റ ട്രാൻസ്മിഷനിൽ ബന്ധപ്പെടുന്നുണ്ടോ, അതായത് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്? ഇല്ലല്ലോ. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് എന്ത്, മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ എവിടെയും എന്ത് ചെയ്യുന്നില്ല, ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് അതെന്തല്ല, ഇറ്റ് ഈസ് നോട്ട് കം അണ്ടർ അപ്ലിക്കേഷൻ ലെയർ. പക്ഷേ ഗൂഗിൾ ക്രോം എടുക്കുക, നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നുണ്ട് കണ്ടന്റ്, പക്ഷേ അതെന്ത് ഉണ്ട്, വെബായിട്ട് അല്ലേ, വേൾഡ് വൈഡ് വെബായിട്ട് HTTP എന്നുള്ള പ്രോട്ടോക്കോൾ വെച്ചിട്ട്, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ അല്ലേ, ആ പ്രോട്ടോക്കോൾ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, www വേൾഡ് വൈഡ് വെബ് അല്ലേ, ബ്രൗസർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഗൂഗിളൊക്കെ ആക്സസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ഇൻട്രാക്ടിങ് വിത്ത് ദ നെറ്റ്വർക്ക്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഗൂഗിൾ ക്രോം ബന്ധപ്പെടുന്നുണ്ട്. സോ ഗൂഗിൾ ക്രോം ഈസ് കൺസിഡേർഡ് ആസ് എ അപ്ലിക്കേഷൻ ലെയർ. അത് അപ്ലിക്കേഷൻ ലെയർ അണ്ടറിൽ വരുന്നതാണ് നമ്മൾ കൺസിഡർ ചെയ്യും. ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്നുള്ളൂ എന്ന് ഓർത്ത് വെക്കുക. സോ അപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾസ് നോക്കാം. HTTP കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, ഗൂഗിളോ യൂട്യൂബോ എന്ത് സെർച്ച് ചെയ്യുകയാണെങ്കിലും അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോക്കോളാണ് എന്ത്, HTTP, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ദിസ് പ്രോട്ടോക്കോൾ അലോ us to access data over the world wide web. www നമുക്ക് ഡാറ്റ ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോക്കോളാണ് എന്ത്, HTTP. ഇപ്പം വേറെ ഒന്നും കൂടെ ലേറ്റസ്റ്റ് വേർഷൻ HTTPS എന്ന് പറയും. ദാറ്റ് മീൻസ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ സെക്യൂർഡ്. അതൊന്നും കൂടെ സെക്യൂരിറ്റി കൂടിയതിനാണെന്ന് പറയാം, HTTPS എന്ന് പറയാറുണ്ട്. അതായത് ആ സൈറ്റിൽ എന്താണ്, സേഫർ ആണെന്ന് പറയും. സോ ഇറ്റ് ട്രാൻസ്ഫർ ദ ഡാറ്റ ഇൻ ദ ഫോം ഓഫ് പ്ലെയിൻ ടെക്സ്റ്റ്, ഓഡിയോ ആൻഡ് വീഡിയോ. നമുക്ക് അറിയാമല്ലേ, ഗൂഗിൾ HTTP വെച്ചിട്ട് നമുക്ക് ടെക്സ്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റും, യൂട്യൂബിൽ വീഡിയോ കാണാൻ പറ്റും, ഓഡിയോ കാണാൻ പറ്റും, എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ HTTP എന്നുള്ളത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ രണ്ടാമത്തേതാണ് എന്ത്, SNMP, സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോൾ. It is a framework used for managing the devices on the internet by using TCP/IP protocol suite. നമ്മൾ ഡിവൈസിൽ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ നമ്മൾ കണക്ട് ചെയ്ത ഡിവൈസിനെ മാനേജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോക്കോളാണ് എന്ത്, SNMP എന്ന് പറയുന്നത്. SMTP, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. The TCP/IP protocol that supports the email is known as simple mail transfer protocol. നമ്മൾ ഇമെയിലൊക്കെ അയക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോക്കോളാണ് എന്ത്, SMTP, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. In these protocols,
ദിസ് പ്രോട്ടോകോൾ ഈസ് യൂസ്ഡ് ടു സെൻഡ് ഡാറ്റ ടു അനദർ ഇമെയിൽ അഡ്രസ്. നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഇമെയിൽ അഡ്രസ്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഡാറ്റ അയക്കാനൊക്കെ നമ്മൾ ഈ ഒരു പ്രോട്ടോക്കോളാണ് ഉപയോഗിക്കുന്നത്. ദെൻ DNS, ഡൊമൈൻ നെയിം സിസ്റ്റം, ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവില്ലേ, .com, .org അല്ലേ, .com എന്നാൽ കൊമേഴ്ഷ്യൽ, ORG ഓർഗനൈസേഷൻ അല്ലേ, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ. ഡോട്ട് നമ്മൾ ഈ ഇമെയിൽ അഡ്രസ്സിൻ്റെ അവസാനം അല്ലേ, ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സിൻ്റെ അവസാനം കൊടുക്കുന്ന ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്, അതാണ് ഡൊമൈൻ നെയിം സിസ്റ്റം, DNS എന്ന് പറയുന്നത്. സോ എൻ IP അഡ്രസ് ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ദ കണക്ഷൻ ഓഫ് ദി ഹോസ്റ്റ് ഇൻ ദ ഇൻ്റർനെറ്റ് യുണീക്ലി. നമുക്കറിയാം ഓരോ ഡിവൈസും അല്ലെങ്കിൽ ഓരോ സിസ്റ്റം ആണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും ഒക്കെ ഇൻ്റർനെറ്റിൽ കണക്ട് ചെയ്യുന്നതിനൊക്കെ നമുക്ക് യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ അതിനൊരു IP അഡ്രസ്സ് ഉണ്ടാവും. ഓക്കെ, ആ IP അഡ്രസ്സ് നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം അത് ഈസി ആയിട്ട് മെമ്മറൈസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യും, അതിനൊരു നെയിം കൊടുക്കും. അതാണ് എന്ത്, ഈ ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുന്നത്. Therefore, the system that maps the name to the address is known as domain name system. നമുക്ക് കൊടുക്കേണ്ട IP അഡ്രസ്സിനെ നമ്മളൊരു നെയിം ആയിട്ട് കൊടുക്കും, ഈസി ആയിട്ട് നമുക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അതിനാണ് ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുന്നത്. Then Telnet, it is an abbreviation for terminal network. It establishes the connection between the local computer and remote computer. Telnet നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് റിമോട്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിനെ ആക്സസ് ചെയ്യണം. എനിക്കിപ്പം എൻ്റെ വീട്ടിൽ കമ്പ്യൂട്ടർ ഓഫീസിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഓഫീസിലെ സിസ്റ്റം എനിക്ക് എന്ത് ചെയ്യാം, വീട്ടിൽ നിന്ന് ആക്സസ് ചെയ്യാൻ കഴിയാം. രണ്ട് സിസ്റ്റം ഉണ്ട്, ഒന്ന് ഓഫീസിലും ഒന്ന് വീട്ടിലും. വീട്ടിലെ സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, ഓഫീസിലെ സിസ്റ്റം ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കമ്മ്യൂണിക്കേഷനിൽ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് അല്ലെങ്കിൽ പ്രോട്ടോക്കോളാണ് എന്ത്, ടെൽനെറ്റ് എന്ന് പറയുന്നത്, റിമോട്ട് ആക്സസിങ്ങിന് വേണ്ടിയിട്ട്. ദെൻ നെക്സ്റ്റ് FTP, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, പേരിലുണ്ട്. നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് ഫയൽസ് എല്ലാം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് എന്ത്, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. സോ ഇത്രയാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം ഇത് നേരത്തെ പറഞ്ഞ പോലെ OSI മോഡൽ പോലെ തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ഭാഗമാണ് എന്ത്, TCP/IP മോഡൽ എന്ന് പറയുന്നത്. അതിൽ 5 ലേയേഴ്സ് ആണ് ടോട്ടൽ ഉള്ളത്. ആ 5 ലേയേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക, അതിൻ്റെ ഫങ്ഷൻസ് നോക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോട്ടോക്കോൾസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം എന്താണെന്ന് നോക്കുക. ഇത്രയാണ് ഇന്നത്തെ ഭാഗം. നമുക്ക് തൽക്കാലം ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.